ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. നിങ്ങൾ എന്നെ വാട്സാപ്പ് മെസ്സേജ് അയച്ചോളൂ. ഞാൻ വാട്സാപ്പ് മെസ്സേജിൽ തന്നെ നിങ്ങൾക്കെല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്തോളാം. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ഇത് കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ട് റീഡിംഗ് ആണ്, മുമ്പത്തെ മാതിരി ഫോർമാറ്റ് അല്ല ഇത്. അപ്പോൾ ഈ വീഡിയോനെ സ്റ്റാർട്ട് ടു ഫിനിഷ് വരെ നോക്കുക. ആൻഡ് ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടോറസ്, എന്താണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ എന്താണ്? ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് 9 ഓഫ് കപ്സ് ആണ്. സിക്സ് ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ, ആൻഡ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളുടെ ഒരു വിഷ് ഉണ്ട്, അത് വേഗം ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. ഇവിടെ ഞാൻ കാണുന്നത് കുറേ ഒരു ഇമോഷണലി ഒരു നല്ല സമയമാണ് നിങ്ങൾ രണ്ടാൾക്കും വേണ്ടിയിട്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾ സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനിലേക്ക് പോകണു. നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പിലും ഒരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നുണ്ട്. ഞാൻ കാണുന്നത് ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് കുറേ ഒരു ബാലൻസ്ഡ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെച്ചാലും അതൊക്കെ ഇപ്പോൾ മാറാൻ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ കാണുന്നത് സ്റ്റെബിലിറ്റിയാണ് ഇപ്പോൾ വരണത് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ പാസ്റ്റിൽ എന്താ ഉണ്ടായ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്? പാസ്റ്റിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇവിടെ കാണുന്നത്. 6 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സൺ കുറേ എഫേർട്ട് ഇട്ടുണ്ടായിരുന്നു, മറ്റേ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അത്ര എഫേർട്ട് ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഇവിടെ ഒരു തേർഡ് പാർട്ടിയും കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കുറേ ടെംപ്റ്റേഷൻസ് ഉണ്ടായിരുന്നു, കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല ഒട്ടും. അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ മാറാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണ് ഈ മാറ്റം വരാനുള്ള കാരണം? എന്താണ് ഈ ചേഞ്ച് വരാനുള്ള കാരണം? പേജ് സോഡ്സ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും നിങ്ങൾ സംസാരിച്ചിട്ട് കാര്യങ്ങൾ കുറച്ച് എന്താ വെച്ചാൽ ഞാനിവിടെ ഒരു സെപ്പറേഷനും കാണുന്നുണ്ട്, ഹീലിംഗ് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ പ്രോബ്ലംസിനൊക്കെ എൻഡ് ചെയ്യാനുള്ള തീരുമാനം എടുത്തന്നെ. ആൻഡ് ഈ തീരുമാനം എടുത്തിരിക്കണ ഒരു ജോയിൻറ്റ് ഡിസിഷൻ ആയിരിക്കാം. എന്താ വെച്ചാൽ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും ഈ ഡിഫിക്കൾട്ട് ഫേസ് ഉണ്ടായത് അത് ഇപ്പോൾ തീരാൻ പോണു. ഇതുവരെ അത് ആയിട്ടില്ല വെച്ചാൽ അത് ഉണ്ടാവും, ഓക്കെ. പക്ഷേ ഞാൻ കാണുന്നത് അങ്ങനത്തെ ഒരു എനർജിയാണ്. നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ആ പാസ്റ്റിനെ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതല്ല വെച്ചാൽ എടുക്കാൻ പോകുന്നുണ്ട്. ഞാനിവിടെ ഒരു സെപ്പറേഷൻ കാണുന്നുണ്ട്. പക്ഷേ ഈ സെപ്പറേഷൻ്റെ സമയത്ത് നിങ്ങളുടെ രണ്ടാളുടെയും എനർജിയിൽ ഹീലിങ്ങും ഉണ്ടായി, ഓക്കെ. ഈ സിറ്റുവേഷന് നിങ്ങൾക്ക് കുറേ ക്ലാരിറ്റി വന്നു. അപ്പോൾ എന്താണ് ഇവിടെ ചാലഞ്ച് ഉള്ളത് ഈ റിലേഷൻഷിപ്പിൽ? ഇപ്പോൾ തൽക്കാലം ഈ സിറ്റുവേഷനിൽ, കറണ്ട് സിറ്റുവേഷനിൽ ചാലഞ്ച് എന്താണ്? ഈ വെയിറ്റിംഗ് എനർജി, അതാണ് ചാലഞ്ച്. എന്താ വെച്ചാൽ ഇതുവരെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ലൈഫിൽ ഈ റിലേഷൻഷിപ്പിൽ ചേഞ്ച് വന്നിട്ടില്ല വെച്ചാൽ കുറച്ച് നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇത് കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്താ വെച്ചാൽ ഈ ചേഞ്ചസൊക്കെ വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അത്ര പേഷ്യൻസ് വേണം. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആദ്യം തുടക്കം
ഞാനൊരു പുതിയ തുടക്കമാണ് കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അപ്പോൾ ആ തുടക്കം ഉണ്ടാവാൻ അതിന് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച് ഇവിടെ. പിന്നെ നിങ്ങൾക്ക് രണ്ടാൾക്കും സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ആദ്യം ഒരു എന്താ പറയുക റീകൺസിലേഷൻ ഉണ്ടാവുമ്പോൾ എല്ലാം കാര്യങ്ങൾ ആദ്യം തിരിച്ച് റിപ്പീറ്റിംഗ് ഒരു എനർജി മാതിരി കാണുന്നുണ്ട്. കുറേ ഒരു ഹെസിറ്റേഷനും ഉണ്ട്. എന്താ വെച്ചാൽ ഇതൊരു പുതിയ എനർജിയുമാണ്. അറിയണ പേഴ്സൺ ആയിരിക്കും, പക്ഷേ ഇപ്പോൾ പാസ്റ്റിൻ്റെ ബാഗേജ് ഉണ്ടായതുകൊണ്ട് കുറച്ചൊരു മുമ്പോട്ട് പോകാൻ അത്ര മുമ്പത്തെ മാതിരി ഒരു പാഷൻ കുറവാണ്. കൂടുതലൊരു പ്രാക്ടിക്കൽ എനർജിയാണ് ഞാൻ കാണുന്നത്. കിങ് ഓഫ് സോഡ്സ് ഒരു ഡിറ്റാച്ച്ഡ് പോലെ എനർജിയും ഉണ്ട്. ഓക്കെ, എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ആ ഇമോഷൻസ് തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ഇവിടെ അഡ്വൈസ് നിങ്ങൾക്കുള്ളത്? അഡ്വൈസ് നിങ്ങൾക്കുള്ളത് 6 ഓഫ് വാൻഡ്സ് ആണ്. യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് ഇവിടെ സക്സസ് ആണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇവിടെ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. ഈ ഹാർട്ട് ബ്രേക്കിനെ ഓവർകം ചെയ്യാൻ പറ്റണം. നാളെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുള്ളൂ. കുറച്ച് വേണമെന്ന് വെച്ചാൽ സമയം എടുത്തിട്ട് മതി. ഈ സിറ്റുവേഷനിൽ കുറേ വർക്ക് ചെയ്യേണ്ടി വരും രണ്ടാൾക്കും. ഓക്കെ, ഇത് ഓവർനൈറ്റ് ചേഞ്ച് ആവാൻ പോകുന്നില്ല. ഈ ഹീലിംഗ് എനർജി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഉണ്ടായാലേ ഈ സിറ്റുവേഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുള്ളൂ. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? നൈറ്റ് ഓഫ് സോഡ്സ്, മൂൺ, ഫൂൾ. ഈ പേഴ്സൻ്റെ ഫീലിങ്സിൽ കാണുമ്പോൾ നൈറ്റ് ഓഫ് സോഡ്സ് ഒരു ഇമ്പൾസീവ് എനർജിയാണ്. മൂൺ ചില സീക്രറ്റ്സിൻ്റെ എനർജിയാണ്. ഫൂൾ ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയാണ്. പക്ഷേ പുതിയ തുടക്കം എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണ്. പക്ഷേ സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾക്കത് പിന്നെ അറിയുള്ളൂ. ഹൈ പ്രീസ്റ്റസ് ഉണ്ട് ഇവിടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേൾക്കാനാണ് യൂണിവേഴ്സ് പറയണത്. ഇവരുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, കുറേ ഫീലിങ്സ് ഉണ്ട്. അത് അല്ലാണ്ട് കുറേ കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് പറയണം എന്നുണ്ടാവും. അവർ കുറേ റെസ്റ്റ്ലെസ് ആയിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യണത്. എന്തോ ഇവിടെ ചില സീക്രറ്റ്സ് ഇപ്പോഴും ഉണ്ട് അവരുടെ മനസ്സിൽ. എന്താ വെച്ചാൽ ഹൈറോഫാണ്ട് നിങ്ങളുടെ എനർജിയാണ്, മൂൺ അവരുടെ മനസ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിലും അവർ കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ചില കാര്യങ്ങൾ അവർ നിങ്ങളോട് പറയാണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമുണ്ട്. പക്ഷേ ഇതൊരു പുതിയ പറഞ്ഞ ഒരു എൻഡിങ് കഴിഞ്ഞിട്ടൊരു പുതിയ ബിഗിനിങ് ആണ്. അപ്പോൾ അവരുടെ ഫീലിങ്സിൽ ഞാൻ കാണുന്നത് അവർക്കും കുറേ സ്ട്രെസ് ഉണ്ട്. ഓക്കെ, അവരും കുറേ പറഞ്ഞാൽ ഷുവർ അല്ല ഇതെങ്ങനെയാണ് വർക്കൗട്ട് ആവോ ഇല്ലയെന്ന് അറിയില്ല അവർക്കും. നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ ഫീലിങ്സ് ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ കുറേ ലവ് ആണ് കാണുന്നത്, കുറേ ഇമോഷൻസ് ഉണ്ട്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ പേഴ്സൻ്റെ കൂടെ റീകൺസൈൽ ചെയ്യണം എന്നാണ് നിങ്ങളുടെ എനർജിയിലുള്ളത്. ആൻഡ് ഇവിടെ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ്, നിങ്ങൾക്കൊരു സ്റ്റേബിൾ ബിഗിനിങ് വേണം, ഒരു പുതിയ തുടക്കം വേണം. അപ്പോൾ ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവുക? ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ എന്തായിരിക്കും? 4 ഓഫ് പെൻറ്റിക്കിൾസ്. ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് ഉടനെ നിങ്ങൾക്ക് ആ ബോണ്ട് ശരിയാവാൻ വേണ്ടിയിട്ട്, ഈ റിലേഷൻഷിപ്പ് ശരിയാവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. എന്താ വെച്ചാൽ രണ്ടാളുടെ ഭാഗത്തു നിന്നും ഞാനൊരു റെസ്ട്രിക്ഷൻ ആണ് കാണുന്നത്. അത്ര മുമ്പത്തെ പോലെ ഒരു ഫ്രീ മാതിരി ഒരു എനർജി അല്ല. ഇത് ഉണ്ടാവണത് നിങ്ങൾ ഓപ്പണായി കാര്യങ്ങൾ സംസാരിച്ചാലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചുകൂടിയും ഈസിയർ ആവും റിലേഷൻഷിപ്പ്, കുറച്ചുകൂടിയും ഒരു ഫ്ലെക്സിബിലിറ്റി വരും, ഒരു കംഫർട്ട് വരും. ഓക്കെ, അതിന് പക്ഷേ സമയം എടുക്കും. ആ സമയം നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സീരിയസ് ആണെച്ചാൽ ഈ റിലേഷൻഷിപ്പിൻ്റെ സമയം ആവുമ്പോൾ എല്ലാം ശരിയായി മുമ്പോട്ട് പോകും എന്നാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇഷ്യൂസൊക്കെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണം വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് പേഷ്യൻ്റ്ലി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഉടനെ എക്സ്പെക്റ്റ് ചെയ്യരുത് എന്തെങ്കിലും മാറ്റം വരും എന്ന്. പാഷൻ, അലൗ യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ്. അപ്പോൾ ഇവിടെ പാഷനാണ് വന്നിരിക്കണേ. യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ കുറച്ച് പാഷൻ കൊണ്ടുവരിക. എന്താണ് ഇവിടെ വേറെ മെസ്സേജസ് ഉള്ളത്? ഗെറ്റിംഗ് റീഡിങ്സ്. അപ്പം നിങ്ങളുടെ അടുത്ത് ചിലവർ ടാരോ റീഡിങ് ബുക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ടാരോ ചെയ്യുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ഒരു അസ്ട്രോളജറുടെ അടുത്ത് പോകുന്നുണ്ടാവും. അങ്ങനത്തെ പ്ലാൻസ് ഉണ്ടാവും. സ്വീറ്റ് ടോക്ക്,
ഈ പേഴ്സൺ നിങ്ങൾക്ക് കുറേ പറഞ്ഞാൽ ഈ സമയത്ത് മേ ബി അവർ നിങ്ങൾക്ക് നല്ല റൊമാൻറ്റിക് മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ടാവും. എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്? Settling. Don't stay with someone who isn't right for you just because it's safe. അപ്പോൾ ഇവിടെ എവിടെയോ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ കോംപ്രമൈസാണ് ചെയ്യണത്. ചില കാര്യത്തിലൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ പ്രാക്ടിക്കലായി വിചാരിക്കുമ്പോൾ കോംപ്രമൈസ് ഇല്ലാണ്ട് പറ്റില്ല. പക്ഷേ നിങ്ങളുടെ കോർ ബിലീഫ്സിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ചില സിറ്റുവേഷൻസിൽ ചില ഫ്ലെക്സിബിൾ ആവാൻ പറ്റുന്ന കാര്യത്തിൽ ഫ്ലെക്സിബിൾ ആവാം. ബട്ട് ചില സിറ്റുവേഷൻസ് ഒട്ടും അതിൽ ഫ്ലെക്സിബിലിറ്റി പാടില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഫ്ലെക്സിബിൾ ആവരുത്. ബൗണ്ടറീസ്, യു നീഡ് ടു ഹോൾഡ് ഗുഡ് ബൗണ്ടറീസ് സോ യു ഡോണ്ട് ഫീൽ വയലേറ്റഡ്. അപ്പോൾ എവിടെയോ ഈ പേഴ്സൺ അവർക്കറിയാം അവർക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ടെന്ന്. അതുകൊണ്ട് ഒരു പേഴ്സൺ നിങ്ങളുടെ അഡ്വാൻറ്റേജ് എടുക്കണ ആ സ്ഥിതി കൊണ്ടുവരുത്. ഓക്കെ, അതാണ് ഇവിടെ പറയണത്. ബൗണ്ടറീസ് വെക്കണം. എന്താ വെച്ചാൽ എല്ലാ റിലേഷൻഷിപ്പിലും, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ റെസ്പെക്റ്റാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ടോറസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.